നമസ്കാരം. പശ്ചിമേഷ്യയെ വീണ്ടും വൻ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാനെതിരെ സർവ്വസന്നാഹങ്ങളോടെയുള്ള ആക്രമണത്തിന് തയ്യാറെടുത്ത് ഇസ്രയേൽ. സൈനികർക്ക് അനുവദിച്ചിരുന്ന എല്ലാ അവധികളും പെട്ടെന്ന് റദ്ദാക്കി ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ പ്രതിരോധ സേന ഉത്തരവിട്ടു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ മകനും മുൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ മകനും പിൻഗാമിയുമായ മൊജ്തബ ഖമീനിയുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇസ്രയേലിലെ ഈ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ. ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയുമായി നയതന്ത്ര ബന്ധത്തിൽ കടുത്ത വിള്ളലുകൾ രൂപപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വാഷിംഗ്ടന്റെ നിലപാടുകൾ കാറ്റിൽ പറത്തി ഇസ്രയേൽ ഏകപക്ഷീയമായ സൈനിക നടപടിക്ക് തുനിയുന്നത്. അമേരിക്കയുടെ അനുമതിക്കായും പിന്തുണയ്ക്കായും കാത്തിരിക്കാതെ ഇറാനെ തകർക്കാൻ ഇസ്രയേൽ മുന്നോട്ട് പോവുകയാണെന്ന ശക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. ഇസ്രയേലിന്റെ കർശനമായ നിബന്ധനകൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഈ സംഘർഷത്തിൽ നേരിട്ട് പങ്കുചേരില്ലെന്ന പരോക്ഷമായ സൂചനകൾ അമേരിക്കൻ ഭരണകൂടം നൽകിയിരുന്നു. മേഖലയിൽ കൂടുതൽ സംഘർഷം വ്യാപിപ്പിക്കാതെ നയതന്ത്ര ചർച്ചകളിലൂടെ വിഷയം പരിഹരിക്കണമെന്നാണ് ട്രംപ് ഭരണകൂടം ആവശ്യപ്പെടുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു നേരിട്ടുള്ള യുദ്ധം ഇറാന്റെ പൂർണ്ണമായ പരാജയത്തിലേക്ക് വഴി തുറക്കില്ലെന്നാണ് അമേരിക്കയിലെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെയും പ്രമുഖ നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിനാൽ തന്നെ അനാവശ്യമായ നീക്കങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാനാണ് അമേരിക്കൻ നയതന്ത്രജ്ഞർ ശ്രമിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഇത്തരം ഉപദേശങ്ങൾ തള്ളിക്കളയുന്ന സമീപനമാണ് ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന് തങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയോ പ്രത്യേക അനുവാദമോ ആവശ്യമില്ലെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താക്കൾ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ആരുടെയും അനുവാദം ചോദിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും. മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ തനിയെ നേരിടാൻ ഇസ്രയേൽ പ്രാപ്തമാണെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. നേരത്തെ ഫെബ്രുവരി 26-ന് സമാനമായ രീതിയിൽ ഇസ്രയേൽ സൈനികരുടെ അവധികൾ പൂർണ്ണമായി റദ്ദാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ സിറിയയിലും മേഖലയിലെ മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലുമുള്ള ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നേരെ ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ അഴിച്ചുവിട്ടത്. അതിനാൽ തന്നെ നിലവിലെ സൈനികരുടെ അവധി റദ്ദാക്കൽ മറ്റൊരു വൻ ആക്രമണത്തിന്റെ വ്യക്തമായ സൂചനയാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് നെതന്യാഹുവിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികളും മറികടക്കാൻ ഇറാനെതിരെ വിജയകരമായ ഒരു സൈനിക നീക്കം നടത്തേണ്ടതിന് നെതന്യാഹുവിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായി മാറിയിട്ടുണ്ട്. ഇറാനെതിരെയുള്ള കടുത്ത ആക്രമണം വഴി രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും നെതന്യാഹു ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും ശക്തമാണ്. തിരഞ്ഞെടുപ്പിൽ മുൻപ് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പരസ്യമായ യുദ്ധത്തെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ പക്കൽ ആവശ്യത്തിന് മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ കടുത്ത സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അയൺ ഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പരിമിതികളെക്കുറിച്ച് ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടായാൽ അതീവ മാരകമായ രീതിയിൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട്. ഇസ്രയേലിലെ പ്രധാന സാമ്പത്തിക വ്യാവസായിക കേന്ദ്രമായ ഹൈഫയിലെ ഓയിൽ റിഫൈനറികളും തലസ്ഥാനമായ ടെൽ അവീവും പൂർണ്ണമായി തകർക്കുമെന്നാണ് ഇറാൻ ഭീഷണി മുഴങ്ങിയിരിക്കുന്നത്. മൊജ്തബ ഖമീനിയുടെ വീഡിയോ പുറത്തു വന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് മുറുകിയതും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ അരികിൽ എത്തിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് ഇസ്രയേലിന്റെ അടുത്ത ഓരോ നീക്കങ്ങളെയും നിരീക്ഷിക്കുന്നത്. അതേസമയം മൊജ്തബയുടേതായി ഇറാൻ പുറത്തുവിട്ട വീഡിയോ എപ്പോൾ എവിടെ വെച്ച് ചിത്രീകരിച്ചതാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള മെഹർ ന്യൂസ് ഏജൻസിയാണ് 12 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഭിത്തിയിൽ ചാരിയിരുന്ന് മറ്റുള്ളവരുമായി സംസാരിക്കുന്നത് കേൾക്കുന്ന മൊജ്തബയാണ് ദൃശ്യങ്ങളിലുള്ളത്. മൊജ്തബ ഖമീനിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ നിലവിൽ പ്രയാസമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഖമീനിയുടെ മരണശേഷം മൊജ്തബ ക്യാബിനറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ മാധ്യമമായ ഇറാൻ വയറും അദ്ദേഹം ഇറാനിലില്ലെന്ന് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനാൽ തന്നെ പുതിയ വീഡിയോയിലും സംശയങ്ങൾ നിരവധിയാണ്.